കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടുറങ്ങിയാലോ? സൂത്രശാലിയായ മുയൽ. പണ്ട് ചെമ്പകക്കാടെന്ന മനോഹരമായൊരു കാടുണ്ടായിരുന്നു. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങൾ താമസിച്ചിരുന്നു. വളരെ വൃദ്ധനും മടിയനും അലസനുമായ ഒരു രാജാവായിരുന്നു ഈ കാട്ടിലെ സിംഹം. അവൻ തനിക്ക് വിശക്കുമ്പോൾ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കും. എന്നിട്ടെന്താ, മതിയാവോളം കിടന്നുറങ്ങുകയും ചെയ്യും. ഇതായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. എന്നാൽ പ്രായമാകും തോറും മൃഗങ്ങളെ വേട്ടയാടാനുള്ള കഴിവ് അവന് നഷ്ടമായി തുടങ്ങി. പലപ്പോഴും സിംഹരാജന് മറ്റു മൃഗങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയാതെയായി. എന്തു ചെയ്യും? ഇങ്ങനെയാണെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ മരിക്കുക തന്നെ. അങ്ങനെ ആലോചിച്ചിരുന്ന മടിയനായ സിംഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഏതായാലും പ്രയോഗിച്ചു നോക്കാം. അതിനായി അവൻ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഞാൻ ദിവസം കഴിയുന്തോറും വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൃഗത്തിനെ മാത്രമേ ഭക്ഷണമാക്കുകയുള്ളൂ. എനിക്ക് ഭക്ഷണമാക്കേണ്ട മൃഗം ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എൻ്റെ ഗുഹയിലേക്ക് അവരെ പറഞ്ഞയക്കണം. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഇതിനെന്തെങ്കിലും മുടക്കം വരികയാണെങ്കിൽ ഞാൻ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കും. സിംഹരാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മൃഗങ്ങളെല്ലാം അമ്പരന്നുപോയി. അവരെല്ലാവരും കൂടിയാലോചിച്ചു. ഏതായാലും സിംഹരാജാവിനെ എതിർക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കാർക്കുമില്ല. രാജാവിൻ്റെ തീരുമാനം തന്നെ നടക്കട്ടെ. അങ്ങനെ മൃഗങ്ങളെല്ലാവരും കൂടെ തീരുമാനത്തിലെത്തി. സിംഹരാജാവിൻ്റെ വാക്ക് അനുസരിക്കുക. അങ്ങനെ അവർ ഓരോ ദിവസം ഓരോ മൃഗങ്ങൾ വീതം സിംഹരാജാവിൻ്റെ ഗുഹയിലേക്ക് പോകുക പതിവായി. കൃത്യമായി എല്ലാ ദിവസവും അവർ ആ പതിവ് തുടർന്നു. ഒരിക്കലും അവർ മുടക്കം വരുത്തിയതുമില്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. തങ്ങളെ സിംഹരാജൻ ഭക്ഷിക്കുമെന്നറിഞ്ഞിട്ടും ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങൾ ഗുഹയിലേക്ക് പോവുക തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനെ എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മുയലുകളുടെ ഊഴം വന്നു. മുയലുകളെല്ലാം ഒത്തുകൂടി കൂട്ടത്തിൽ പ്രായമായ ഒരു മുയലിനെ അതിനായി തിരഞ്ഞെടുക്കുകയും അവനെ സിംഹരാജന്റെ ഗുഹയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ അതൊരു ബുദ്ധിമാനും സൂത്രശാലിയുമായ മുയലായിരുന്നു. അവൻ തൻ്റെ സുഹൃത്തുക്കളോടെല്ലാം യാത്ര ചോദിച്ച് സിംഹരാജാവിൻ്റെ ഗുഹയിലേക്ക് നടന്നു. പോകുന്ന വഴി അവൻ ഒരു പൊട്ടക്കിണർ കണ്ടു. ഏതു വിധേനയും സിംഹരാജൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. ആ ബുദ്ധിമാനായ മുയൽ അതിനായൊരു പദ്ധതിയും ഉണ്ടാക്കി. വളരെ വൈകിയിട്ടും തൻ്റെ ഭക്ഷണമാക്കേണ്ട മൃഗം എത്താതിരുന്നതിനാൽ കാത്തിരുന്ന് സിംഹരാജാവിൻ്റെ ക്ഷമ നശിച്ചു. അവൻ ഉച്ചത്തിൽ അലറി, എന്താണ്, എൻ്റെ ആഹാരമാക്കേണ്ട മൃഗം ഇതുവരെയും എത്തിയില്ലല്ലോ. സമയം വളരെ വൈകിയിരിക്കുന്നു. സിംഹരാജാവ് അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നതും അതാ വരുന്നു മുയലച്ചാർ. മുയലിനെ കണ്ടതും സിംഹരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. എന്നിട്ട് മുയലിനോട് ചോദിച്ചു, നീ എന്താണ് ഇത്രയും വൈകിയത്? ഞാൻ വിശന്ന് തളർന്നിരിക്കുകയാണ്, പെട്ടെന്ന് വന്നോ. ഇതും പറഞ്ഞ് സിംഹരാജാവ് മുയലിൻ്റെ അടുത്തേക്ക് എടുത്തൊറ്റ ചാട്ടം. പേടിച്ചു വിറച്ച മുയൽ പറഞ്ഞു, അല്ലയോ സിംഹരാജാവേ, ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അങ്ങേക്കാളും വലിപ്പവും ശക്തിയുമുള്ള മറ്റൊരു സിംഹത്തിനെ കണ്ടു. അവൻ പറയുകയാണ് ഞാൻ നിന്നെ ഭക്ഷിക്കുമെന്ന്. അവൻ്റെ കയ്യിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ട സിംഹത്തിന് കോപം ഇരട്ടിച്ചു. ഉടൻ തന്നെ സിംഹം ചോദിച്ചു, എന്ത്, ഈ കാട്ടിൽ ഞാനല്ലാതെ മറ്റൊരു സിംഹമോ? നീ ഈ കാട്ടിൽ അതിനെ മുമ്പെങ്ങാനും കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല സിംഹരാജ, ഞാനതിനെ ഇതിനു മുൻപ് ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല. പക്ഷേ ആ സിംഹത്തിന് അങ്ങേക്കാളും വലിപ്പവും ശക്തിയും ഒക്കെയുണ്ട്. ഇത് കേട്ടതും തന്നെക്കാളും ശക്തിയും ബുദ്ധിമാനുമായ ആ സിംഹത്തെ കാണാൻ തന്നെ സിംഹരാജൻ തീരുമാനിച്ചു. നീ എവിടെ വച്ചാണ് അതിനെ കണ്ടത്? എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ. തൻ്റെ പദ്ധതി വിജയിച്ച സന്തോഷത്തിൽ മുയൽ പറഞ്ഞു, അയ്യോ, എനിക്ക് പേടിയാണ് മഹാരാജൻ.
ഞാൻ അങ്ങേ അവിടേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറി മാത്രമേ നിൽക്കുകയുള്ളൂ. സിംഹം പറഞ്ഞു, അത് സാരമില്ല, നീ എത്രയും പെട്ടെന്ന് എന്നെ അവിടെ കൊണ്ടെത്തിക്കണം. അങ്ങനെ സിംഹം മുയലിനോടൊപ്പം പൊട്ടക്കിണറിനടുത്തേക്ക് പോയി. സിംഹരാജാവേ, ആ കിണറ്റിനുള്ളിലാണ് ഞാൻ പറഞ്ഞ സിംഹമുള്ളത്. ഇത് കേട്ട ഉടൻ തന്നെ സിംഹരാജാവ് പൊട്ടക്കിണറിനടുത്തേക്ക് പാഞ്ഞെടുത്തു. പൊട്ടക്കിണറിലേക്ക് എത്തി നോക്കിയ സിംഹം ഞെട്ടിപ്പോയി. തന്നെ പോലെ മറ്റൊരു സിംഹം. അവൻ ഉറക്കെ ഗർജിച്ചു. അത്ഭുതം തന്നെ, ആ സിംഹവും അതിനേക്കാൾ ഉച്ചത്തിൽ ഗർജിക്കുന്നു. കോപമടക്കാനാകാതെ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തൊറ്റ ചാട്ടം. മുയലിൻ്റെ വാക്ക് വിശ്വസിച്ച സിംഹം മറ്റൊന്നും ചിന്തിച്ചില്ല. തൻ്റെ പ്രതിബിംബമാണ് കിണറ്റിൽ കണ്ടതെന്നോ തിരിച്ചു കേട്ട ശബ്ദം തൻ്റെ പ്രതിധ്വനിയാണെന്ന് മനസ്സിലാക്കാത്ത മണ്ടൻ സിംഹം ആ കിണറ്റിനുള്ളിൽ നിന്ന് കരകയറാനാകാതെ അവിടെ കിടന്ന് ഗർജിച്ചു. അങ്ങനെ മുയലിൻ്റെ വാക്കുകേട്ട് മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിലെടുത്തു ചാടിയ സിംഹരാജാവിന് തൻ്റെ ജീവൻ തന്നെ നഷ്ടമായി. സൂത്രശാലിയായ മുയലാകട്ടെ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ തിരിച്ച് തൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് മടങ്ങിയെത്തി. നടന്നതെല്ലാം വിവരിച്ചു പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും അവൻ്റെ ബുദ്ധിയെ അധികം പ്രശംസിച്ചു. ഗുണപാഠം: ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ഏത് കരുത്തരായ എതിരാളികളെയും നേരിടാൻ കഴിയും.